ഹലോ, ഇന്നൊരു ഗെറ്റടി വിത്ത് മീ ആണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് റെഡി ആയിക്കൊണ്ട് തന്നെ കുറച്ച് സംസാരിക്കണമെങ്കിൽ പരിചയപ്പെടണമല്ലോ. അപ്പോൾ ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് നവ്യ, എനിക്ക് വയസ്സ് 21. പിന്നെ പണിയുടെ കാര്യം പറയാനാണെങ്കിൽ +2 കഴിഞ്ഞ് പെട്ടെന്ന് ജോലി കിട്ടുമെന്ന് പറഞ്ഞൊരു കോഴ്സ് എടുത്തതാണ്. ഇപ്പോൾ മാസം 3 വീട്ടിൽ വെറുതെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. ജോലി തിരക്കി പോയപ്പോൾ അവരൊക്കെ പറയുന്ന എക്സ്പീരിയൻസ് വേണമെന്നാണ്. എന്നാൽ എക്സ്പീരിയൻസ് വേണമെങ്കിൽ ആദ്യം ജോലി തരണം എന്നുള്ള കാര്യം അവർ മറന്നു പോകണയാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. അതെന്തെങ്കിലും ആട്ട്, അതല്ലല്ലോ നമ്മുടെ വിഷയം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മളിങ്ങനെ ജോലി ഇല്ലാതെ വീട്ടിൽ ഇരിക്കുമ്പോൾ നമുക്ക് വരുന്നതാണല്ലോ സോഷ്യൽ ആങ്സൈറ്റി, ഡിപ്രഷൻ, ഓവർ തിങ്കിങ് ഒക്കെ. അതൊന്നും മാറാനായിട്ടാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. എന്നിട്ടിപ്പോൾ എന്തായി, യൂട്യൂബിൽ സബ്സ്ക്രൈബേഴ്സ് ഇല്ല, വ്യൂസ് ഇല്ല, ഇതില്ല എന്നൊക്കെ പറഞ്ഞ് അതിലും വലിയ ഡിപ്രഷനും ഓവർ തിങ്കിങ്ങും അടിച്ചിരിക്കുന്നതാണ് ഇപ്പോഴത്തെ എൻ്റെ മെയിൻ പരിപാടി. ആഗ്രഹത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, എനിക്ക് പണ്ട് തൊട്ടേ റീൽസ് ഇടുക, മേക്കപ്പ് ഇടുക, വീഡിയോ എടുക്കുക, ഇതൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നേ. പണ്ട് ഞാൻ ഈ ആഗ്രഹത്തിൻ്റെ പുറത്ത് ഓരോ പൊട്ട വീഡിയോസൊക്കെ എടുക്കുമായിരുന്നേ. അങ്ങനെ എല്ലാവരും കാണിക്കുമ്പോഴേക്കും എല്ലാവരും കളിയാക്കാൻ തുടങ്ങും. അങ്ങനെ കളിയാക്കൽ കേട്ട് അവസാനം ഞാൻ എൻ്റെ ആഗ്രഹം അവിടെ നിന്ന് ഉപേക്ഷിച്ചു. പക്ഷേ ഇപ്പോൾ ആലോചിക്കുമ്പോഴോ, നമ്മളെന്തിനാണ് മറ്റുള്ളവരെന്ത് വിചാരിക്കുമെന്ന് പറഞ്ഞ് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ മാറ്റി വെക്കുന്നത്? നമ്മളെ സന്തോഷിപ്പിക്കാൻ നമ്മളല്ലേ ഉള്ളൂ. ആളുകൾ നമ്മളെ ക്രിഞ്ചെന്നൊക്കെ വിളിക്കും, നമ്മളൊന്ന് മൈൻഡ് ചെയ്യാൻ പോകാതിരുന്നാൽ മതി. നമ്മുടെ സന്തോഷമല്ലേ നമുക്ക് വലുത്. എല്ലാവരും നമ്മളെ കളിയാക്കുമ്പോഴും നമ്മുടെ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരാൾ മതി നമ്മൾ എന്തെങ്കിലും സക്സസ് ആവാൻ. പെട്ടെന്ന് സക്സസ് ആവാൻ നമ്മൾ സെലിബ്രിറ്റികളൊന്നും അല്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഉപകാരപ്പെടും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം 2 ആഴ്ച ആവുന്നതേ ഉള്ളൂ. സബ്സ്ക്രൈബേഴ്സും വ്യൂവേഴ്സും ഒക്കെ കുറവാണ്. എങ്കിലും നമ്മുടെ വീഡിയോസ് കാത്തിരിക്കുന്ന ആരെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. പിന്നെ ഇടയ്ക്ക് വ്യൂസൊക്കെ കുറയുന്ന കാണുമ്പം ഓവർ തിങ്കിങ് അധികമായിട്ട് ചാനലങ്ങ് നിർത്തിയാലോ, വീഡിയോസ് ഇടുന്ന കുറച്ചാലോ എന്നൊക്കെ വിചാരിക്കാറുണ്ട്. പിന്നെ ആലോചിക്കുമ്പം ഇതും കൂടി ഇല്ലെങ്കിൽ ഒന്നും കൂടി ഓവർ തിങ്കിങ് അടിച്ച് പണ്ടാരം അടങ്ങി പോകുന്ന ആലോചിക്കുമ്പം അതങ്ങ് വിടും. ഇനി സംസാരിച്ച് ഞാൻ ബോറടിപ്പിക്കുന്നില്ലേ. അപ്പം നമ്മളിന്ന് ഓണം ലുക്കായിരുന്നു കേട്ടോ ചെയ്തത്. അങ്ങനെ മാലയും വളയും കമ്മലും ഒക്കെ ഇട്ടു. ഈ പൂ കണ്ടില്ലേ, ഇത് ആർട്ടിഫിഷ്യലാണ്. ഈ മണത്ത് നോക്കുന്നതൊക്കെ വേറെ അഭിനയമാണ് കേട്ടോ. അങ്ങനെ കാര്യമൊക്കെ പറഞ്ഞ് നമ്മൾ റെഡി ആയിട്ടുണ്ട്. എന്തായാലും ഇത്രയും നന്നായി റെഡി ആയതല്ലേ, നമുക്ക് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാന്നേ. ഇതൊക്കെയല്ലേ നമ്മുടെ ഒരു സന്തോഷം.